നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ചാപ്റ്ററായ ജോമെട്രി ആൻഡ് ആൽജിബ്ര എന്ന ചാപ്റ്ററാണ് കേട്ടോ. 11ാമത്തെ ചാപ്റ്ററാണ്. അതിൽ പേജ് നമ്പർ 236 5ാമത്തെ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ 1-2 പാർട്ട് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. 5ാമത്തെ ചോദ്യം എന്താണ്? ഒരു സർക്കിള് തന്നിട്ടുണ്ട്, പിന്നെ അതിൻ്റെ സെൻറ്ററിലെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട് 1 2. അതിൻ്റെ ഒരറ്റത്തുള്ള കോർഡിനേറ്റ് 3 3 5 തന്നിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ അനദർ എൻഡിലുള്ള കോർഡിനേറ്റ് കണ്ടുപിടിക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ ഇതുവരെ നമ്മൾ തന്നത് 2 എൻഡിൽ തന്നാൽ നമുക്കിതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ അറിയായിരുന്നു. ഇത് ഡയാമീറ്ററാണ്. ഡയാമീറ്ററിൻ്റെ സെൻറ്ററിലുള്ള ഇത് തന്നാൽ ഇതിൻ്റെ അർത്ഥം ഇതെന്താണ്? ഇത് ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് മിഡ് പോയിൻ്റ് കാണുന്ന ഇക്വേഷൻ അറിയാം. x1 + x2 / 2 y1 + y2 / 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ഈ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാം. പക്ഷെ നമുക്ക് ഇവിടെ മിഡ് പോയിൻ്റ് അല്ല വേണ്ടത്, നമുക്ക് ഇതിൻ്റെ അനദർ എൻഡിലുള്ള കോർഡിനേറ്റാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇക്വേഷനെ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ഇവിടുത്തെ അറിയില്ല, ഇത് നമ്മൾ x2 y2 ആയിട്ട് എടുക്കുകയാണ്. x1 ഇവിടെ അറിയില്ല, y1 നമുക്ക് ഇവിടെ അറിയില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ മാറ്റി എഴുതാം? x1 നമുക്കറിയില്ല, x1 + x2 നമുക്ക് 3 തന്നിട്ടുണ്ട്, അപ്പോൾ 3 കൊടുക്കാം /2. അതിൻ്റെ ആൻസറാണ് ഇവിടെ അല്ലേ ഈ 1 എന്ന് പറയുന്നത്. അപ്പോൾ 1 = 1 എന്ന് കൊടുക്കാം. ഇനി x1 + 3 അതായത് ഇത് സമത്തിന് പുറത്ത് 1 ആണ്, പിന്നെ /2 ആണ്. തമ്മിൽ എന്തായിട്ട് മാറും? ഇൻറ്റു ആയിട്ട് മാറും. അതായത് മൾട്ടിപ്പിൾ ചെയ്യാം. 1 × 2 2. അപ്പോൾ x1 നമുക്ക് 2 ആദ്യം എടുക്കും, +3 ഇങ്ങോട്ട് വരുമ്പോൾ -3 നമുക്ക് എന്ത് കിട്ടും? -1. അപ്പോൾ നമുക്ക് ഒരു ഭാഗത്തെ, അതായത് ഈ ഭാഗത്തെ ഒരു കോർഡിനേറ്റ് കിട്ടി -1. ഇനി അടുത്തത് ഇത് എക്സിൻ്റെ കോർഡിനേറ്റ്, എക്സിൻ്റെ ഭാഗത്ത് കിട്ടി. ഇനി അടുത്തത് y1 നമുക്കറിയാം ഇവിടെ 5 എന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 5/2 അതിൻ്റെ അത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ഇത് 2 അല്ലേ. അപ്പോൾ 2 കൊടുക്കാം. 2 = y1 + 5 2 × 2 = 4. നമുക്ക് ഇന്ന് കണ്ടുപിടിക്കേണ്ടത് y1 = 4 എടുക്കുക, +5 ഇങ്ങോട്ട് വരുമ്പോൾ -5. നമുക്ക് എന്ത് കിട്ടും? 5 - 4. 5-ൽ നിന്ന് 4 കുറച്ചാൽ 1 ആണ്. വലിയ സംഖ്യയുടെ സൈൻ ഇവിടെ മൈനസ് ആണ്. ആൻസറിൽ എന്ത് വരണം? മൈനസ് കൊടുക്കണം, -1. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കോർഡിനേറ്റ് കിട്ടും ഏതൊക്കെ? -1 -1. അപ്പോൾ ഈ സർക്കിളിൻ്റെ സെൻറ്റർ 1 2 ആണ്. പിന്നെ അനദർ എൻഡിൽ 3 5 തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞതിലെ കോർഡിനേറ്റ് കണ്ടുപിടിച്ചു. -1 -1 -1 എന്നാണ് ഈ സെൻറ്റർ ഭാഗത്ത് ഈ അറ്റത്തെ 2 അറ്റങ്ങളിലുള്ള ഏതെങ്കിലും ഒരറ്റത്ത് കൊടുത്ത് ഇത് ചെയ്യാവുന്നതാണ്. ഇവിടെയും കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം കേട്ടോ. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു വലിയ കോർഡിനേറ്റർ തന്നിട്ടുണ്ട്, അതിൻ്റെ മിഡ് പോയിൻ്റ് ജോയിൻ ചെയ്തിട്ട് അതിനുള്ളിൽ ഒരു ചെറിയ കോർഡിനേറ്റർ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3 അറ്റങ്ങളിലുള്ള കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. 3 5 3 3 ആണല്ലേ, സോറി 3 3, പിന്നെ 6 6, പിന്നെ 9 5. ഈ ചെറിയ കോർഡിനേറ്റിൻ്റെ 3 സൈഡ്സ് തന്നിട്ടുണ്ട്. നമ്മളോട്
പിന്നെ വലിയ കോർഡിനേറ്റിൻ്റെ ഒരു ഭാഗത്തെ 2, 1. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഈ വലിയ കോർഡിനേറ്റർ ഉണ്ടല്ലോ, വലിയ ചതുർഭുജം, അതിൻ്റെ ഒരു ഭാഗത്തെ തന്നിട്ടുള്ളൂ. ബാക്കി 3 ഭാഗങ്ങളിലുള്ള കോർഡിനേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. അപ്പോൾ വലിയ ഇതിനെ A, B, C, D, ചെറുതിനെ P, Q, R, S കൊടുത്തു. ഇനി നമുക്കറിയാം ഈ ഒരു ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ആയിട്ടാണ് എന്ത് വരിക, ഈ P എന്ന് പറയുന്ന ഭാഗം വരില്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ചോദ്യം 5ാമത്തെ ചോദ്യം ചെയ്ത പോലെ തന്നെ നമുക്കിതിൻ്റെ ഓരോ സൈഡും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ x1 നമുക്ക് അറിയില്ല, x1ഉം x2ഉം പാടെ കൂട്ടി ബൈ 2 ചെയ്തപ്പോൾ നമുക്ക് മിഡ് പോയിൻ്റ് 3 കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അതുപോലെ തന്നെ x1 നമുക്കിവിടെ അറിയില്ല, x2 നമുക്ക് 2 ഉണ്ട് അല്ലേ. 2/2 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 3 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ 3 കൊടുക്കുക. ഇനി x1 + 2, ഇത് 3 × 2 6 അല്ലേ. അപ്പോൾ ഇൻറ്റു ആയിട്ട് മാറും. അപ്പോൾ x1 = 6 + 2 ഇങ്ങോട്ട് വരുമ്പോൾ -2 നമുക്ക് എന്ത് കിട്ടും, 4. 6 - 2 4 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ y കണ്ടുപിടിക്കണം. y ഇപ്പോൾ ഇവിടെ നമുക്ക് 4 എന്നുള്ളത് കിട്ടിയില്ലേ, 4. ഇനി അടുത്തത് കണ്ടുപിടിക്കാം. y1 + ഇതിവിടെ y2 ആയിട്ട് 1 ഉണ്ട്. 1/2 സമമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 3. ഇനി y1 + 1 3 × 2 6. അപ്പോൾ ഇനി y1 = 6 -1 അല്ലേ. അതായത് +1 ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ -1 = 6 - 1 5. അപ്പോൾ ഇവിടെ 4, 5 എന്ന് പറയുന്നത് എന്ത് കിട്ടും, ഒരു കോർഡിനേറ്റ് കിട്ടും. അപ്പോൾ ഈ A എന്ന് പറയുന്ന പോയിന്റിൽ 4, 5 എന്ന് കിട്ടും. പിന്നെ അടുത്ത ഭാഗത്തെ D എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതും ഈ ഒരു ഭാഗവും വെച്ചിട്ട് നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റൂലേ. അപ്പോൾ 4 എന്ത് ചെയ്യണം, 4 x1 കൊടുക്കുക അല്ലേ. x1 + ഇത് x2 ആക്കി എടുക്കുക. 4/2 സമമാണ് എന്ത്, 6. അപ്പോൾ 6. ഇനി x1 + 6 × 2 12 ആണ്. അപ്പോൾ x1 + 4 നമുക്ക് എന്ത് കിട്ടും, 12. x1 = 12 + 4 ഇങ്ങോട്ട് വരുമ്പോൾ -4 നമുക്ക് എന്ത് കിട്ടും, 12 - 4 8. അപ്പോൾ ഒരു ഭാഗത്ത് 8, ഇത് 8 എന്ന് കിട്ടി. ഇനി അടുത്ത് അതിൻ്റെ y കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് y1 + ഇതിൻ്റെ 5 അല്ലേ, 5/2 ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, 6 = 6. അപ്പോൾ y1 + 5 = 6 × 2 12. അപ്പോൾ y1 = 12 - 5 നമുക്ക് എന്ത് കിട്ടും, 7. അപ്പോൾ ഇവിടുത്തെ y എന്തായിട്ട് കിട്ടും, 7. അതായത് D എന്ന് പറയുന്ന പോയിൻ്റ് ഏതാണ്, 8, 7 എന്ന് പറയുന്ന കോർഡിനേറ്റ് നമുക്ക് കിട്ടും. ഇനി C എന്ന് പറയുന്ന പോയിന്റിൽ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് x2 ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ, x1 + x2 നമുക്ക് 8 ആണ്, 8/2 ഇത് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇവിടെ 9, മിഡ് പോയിൻ്റ് 9. അപ്പോൾ x1 + 8 = 9 × 2 18. അപ്പോൾ x1 =
18 + 8 - 8 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 10. നമുക്കിവിടെ സി എന്നുള്ളതിൻ്റെ എക്സ് കോർഡിനേറ്റ് എക്സ് ആയിട്ട് എന്ത് വരും? 10 വരും. ഇനി ഇതിൻ്റെ y1 പ്ലസ് ഇവിടെ എന്താണ് 7 അല്ലേ? ഇതാ 7 x2 ആയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് y2 സമം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 5. അപ്പോൾ 5 കൊടുക്കാം. അപ്പോൾ y1 പ്ലസ് i2 10 അപ്പോൾ സമം 10. അപ്പോൾ y1 = 10 മൈനസ് പ്ലസ് 7 -7 സമം -7 ആയിട്ട് മാറും. അപ്പോൾ എന്ത് കിട്ടും? 3. അപ്പോൾ നമുക്ക് അടുത്തത് കിട്ടി 3. ഇതാ ഇവിടെ 3 10 3. അപ്പോൾ സി എന്ന് പറയുന്ന പോയിൻ്റ് എന്താ വരിക? സി എന്ന് പറഞ്ഞ ഭാഗത്ത് കോർഡിനേറ്റ് നമുക്ക് 10 3 കിട്ടി. നമുക്ക് ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ഈ വലിയ കോർഡിനേറ്ററിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ കോർഡിനേറ്റും കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ എ കണ്ടുപിടിച്ചു, ഡി ഇതാ, പിന്നെ സി അതായത് 4 5 കിട്ടി, ഡി 8 7 കിട്ടി, സി 10 3 കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ആദ്യത്തെ. ഇതിലെ ഈ ചെറിയ കോർഡിനേറ്റിൻ്റെ ഈ ഒരു ഭാഗം 3 ഭാഗം തന്നിട്ടുണ്ട്, ഒരു ഭാഗത്തെ തന്നിട്ടില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാം. അപ്പോൾ അത് ഇതിൽ ക്യൂ ആയിട്ട് വരില്ല. അപ്പോൾ ഈ ക്യൂ എന്നുള്ള ഭാഗം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ക്യൂൻ്റെ കോർഡിനേറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ബിയുടെയും സിയുടെയും അല്ലേ ആ കോർഡിനേറ്റുകൾ തമ്മിൽ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ലൈനിന് ഈ വലിയ കോർഡിനേറ്ററിൻ്റെ മിഡ് പോയിൻ്റ് ജോയിൻ ചെയ്താണ് എന്ത് ഈ ചെറിയ കോർഡിനേറ്റർ വരച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ബിയും സിയുടെയും കോർഡിനേറ്റ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ മിഡ് പോയിൻ്റ് കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയണതല്ലേ. അപ്പോൾ x1 + x2/2 y1 + y2/2. അപ്പോൾ ഇവിടെ x1 ആക്കിയിട്ട് 2 x2 10/2 പിന്നെ 3 y1 1 + 3/2 2 + 10 ഇവിടെ 12 അല്ലേ. അപ്പോൾ 12/2 വരും. പിന്നെ 4/2 12/2 എന്ന് പറഞ്ഞാൽ 6, പിന്നെ 4/2 പറഞ്ഞാൽ 2 6 2. അപ്പോൾ ഈ ഒരു ഭാഗത്തെ കോർഡിനേറ്റ് എന്താ വരിക? 6 6 2. അപ്പോൾ നമുക്ക് എന്താ ഡി അതായത് അതിലെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആൻസർ ഡി എന്നുള്ള ഭാഗമാണ് കണ്ടുപിടിക്കുക. ക്യൂ എന്നുള്ള ഭാഗമാണ് ക്യൂ എന്നുള്ള ഭാഗമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ക്യൂ എന്നുള്ളതിൻ്റെ കോർഡിനേറ്റ് ആണ് 6 2. അപ്പോൾ ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.